ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അമ്മയും കൂടിയിട്ട് രാവിലെ തന്നെ അമ്പലദർശനത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മണികണ്ഠേശ്വര അമ്പലമുണ്ട്, അവിടെ തൊഴാൻ വന്നിരിക്കുകയാണ്. അവിടെ കീഴ്ക്കാവിൽ അമ്മേനെ തൊഴുതിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അമ്മ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്. ഞാനാണെങ്കിൽ അറിയുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് വായിൽ വെള്ളമൊക്കെ വെറ്റിയിട്ട് അമ്മനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയി നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചത് നേരം പോയി അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഏരിയമിൽ അമ്പലത്തേക്കാണ് കേട്ടോ. ഇവിടെ വന്ന എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തോ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അവിടെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി നിൽക്കുമ്പോഴാണ് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത് കണ്ടത്. വിഷു ആവണേയൊക്കെ മുന്നേ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി കുറച്ച് നേരം പൂക്കളൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. പിന്നെ കുറേ പൂക്കൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ തൊട്ടേ ഒരു കൃഷ്ണപ്പരുന്ത് അമ്പലത്തിനെയും ഞങ്ങളെയും ഈ കണിക്കൊന്നേനെയും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൃഷ്ണപ്പരുന്തിനെ കാണുന്നത്. അങ്ങനെ അമ്പല ദർശനം എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓട്ടോയിൽ ഞങ്ങൾ കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കിയോട് കൂടി ഉപദേശം നിന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രിക്ക് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോണ വഴിക്കൊക്കെ ഒരു നല്ലൊരു തെങ്ങും തോപ്പുണ്ട്, ഫുൾ പച്ചപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്താറായിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് പ്രസാദമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എൻ്റെ കയ്യിലുള്ള ഈ കുറികൾ മുഴുവൻ സെപ്പറേറ്റ് ആക്കണം. കളഭം വേറെ, കുങ്കുമം വേറെ, മഞ്ഞൾ വേറെ, ഇതൊക്കെ വേറെ വേറെ ആക്കി വയ്ക്കണം. എങ്കിലാണ് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഞാൻ അമ്പലത്തിൽ പോയി വന്ന് അങ്ങനെ കേട്ടോ ചെയ്യാറ്. പിന്നെ കുറച്ച് നേരം ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നു അമ്മേനെയായിട്ട് വാചകം അടിച്ചുകൊണ്ട്. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയത് കേട്ടാ. പക്ഷേ അമ്മയാണെങ്കിൽ രാവിലത്തെ ചായയുടെ കടി ആക്കാണ്ടേ എന്നുള്ള തിരക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം നമുക്ക് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കാം, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ചായക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അമ്മയുടെ ചെടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഒരു ചെറിയൊരു തൈ മേടിച്ചതാണ്, അതിപ്പോൾ ഇത്രയ്ക്കായി. അതിലിടയ്ക്ക് ഇങ്ങനെ റോസാപ്പൂക്കളുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ പവർ കാണിച്ചിട്ട് അതിനെക്കുറിച്ച് വർണ്ണിക്കലാണ് അമ്മയ്ക്ക് പണി. പിന്നെ രാവിലെ തന്നെ വീട്ടിൽ നല്ല ചൂട് ദോശയും ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദോശയും കുറച്ച് ചട്നിയും കൂട്ടിയിട്ട് അസലാവോണം കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച ഫുഡ് ചോറും ഓലനും അച്ചാറൊക്കെ ആയിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാണ്ട് മറന്നുപോയി. സന്ധ്യയായപ്പോൾ വിളക്കെത്തിച്ച് നാമം ചൊല്ലി കഴിഞ്ഞ് പിന്നെ ഒരു വിശപ്പുണ്ട് എനിക്കും അമ്മയ്ക്കും. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരുന്നിരുന്നു. അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ അങ്ങനെ കിച്ചണിലോട്ട് ഓടി വന്നു ഞാൻ. പിന്നെ അത് കട്ട് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. വിശപ്പ് വന്ന പിന്നെ ഒന്നും നോക്കില്ല, എല്ലാം ചടപടേ. ഈസി ആയിട്ട് എങ്ങനെ ഈ ഫ്രൂട്ട് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ഉടഞ്ഞു പോകാറില്ല. കറക്റ്റായിട്ട് കഴിക്കാൻ പാകത്തിൽ നമുക്ക് ഓരോ പീസുകളായി കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് പ്ലേറ്റിലൊക്കെ വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാണ് കേട്ടോ. പിന്നെ അമ്മയുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ മാത്രമേ ഉള്ളൂ, സംസാരിക്കില്ല. പിന്നെ കഴിക്കലാണ് അമ്മയുടെ പരിപാടി. അങ്ങനെ ഞാൻ രാത്രിത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ആ നേരത്തെ ഏട്ടൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച അങ്ങോട്ട് കഴിഞ്ഞു പോയെന്ന് പറയാം. പിന്നെ ശനിയാഴ്ച എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞായറാഴ്ച രാവിലെ നൂൽപുട്ടും ചെറുപയർ കറിയായിരുന്നു വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ 2 പണിക്കാരുണ്ട്, അപ്പോൾ അവർക്കും കൂടി ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയും കൂടി ബിരിയാണി ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ കറി ഞാൻ ഏറ്റെടുത്തു, റൈസ് അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചിക്കനിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് മസാല പിടിപ്പിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരല്പം മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും ആ മസാലയൊക്കെ ഒന്ന് നെല്ലിക്ക് പിടിക്കും. അടുക്കളയിൽ എന്തെങ്കിലും പണിക്ക് കയറി കഴിഞ്ഞാൽ സ്ഥിരമുള്ളൊരു പരിപാടിയാണ് കറണ്ട് പോലും വരലും. ഇപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയും കാറ്റുള്ളത് കൊണ്ട് കറണ്ട് പോക്ക് ഗംഭീരമായി നടക്കുന്നുണ്ട് ഇവിടെ. മൈൻഡ് ചെയ്യാതെ ഞാൻ നേരെ കറി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഉള്ള ലൈറ്റൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നേരെ അമ്മയുടെ ഒരു പഴയൊരു ചീനച്ചട്ടി ഉണ്ട് ഇരുമ്പിൻ്റെ, അത് കഴുകി വൃത്തിയാക്കി അടപ്പത്ത് കയറ്റി വെച്ചു. അതങ്ങോട്ട് ചൂടായിട്ടാണ്ട് വരുമ്പോൾ അത്യാവശ്യം എണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ.
എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൊരിച്ചെടുത്തു. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ മസാല പിടിക്കാനായിട്ട് വെച്ച ആ ചിക്കൻ പീസൊക്കെ ഓരോന്നോരോന്നായി നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. പണ്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ തറവാട്ടിൽ കൂട്ടുകുടുംബമായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൈയിട്ട് വാരി കഴിക്കും. അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. അതുമാത്രമല്ല അന്നത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റുമായിരുന്നു. ഇന്നത്തെ ഫുഡിന് ടേസ്റ്റ് ഇല്ല എന്നല്ല പറയണത്, പക്ഷേ അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷവും പിന്നെ എന്താ പറയുക, അന്നത്തെ കുട്ടിക്കാലമൊന്നും ഇനി എന്തായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. എല്ലാവരും ഒറ്റയ്ക്ക് വീടും ജീവിതമൊക്കെ ആയി. അത് അന്നത്തെ കാലം എന്ന് പറയാം. കഥ പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ അരച്ച് ചേർത്തത് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ കൈ എടുക്കാതെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ്, എങ്ങാനും അടിയിൽ പിടിച്ചാൽ കറി മൊത്തത്തിൽ കൊളാവില്ലേ. പിന്നെ അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ മസാലകളെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ഇവിടെ നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കണം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടുണ്ട് എത്ര നേരം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം. അത് നല്ല പോലെ ഗ്രേവിയൊക്കെ തിളച്ച് തിക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പീസുകളൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് നല്ല പോലെ മിക്സാക്കണം. അതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കണം. ഒരു 95% നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ തന്നെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 5% ഈ ഗ്രേവിയിൽ കിടന്ന് വേവണം. അതിനുശേഷം സവാളയൊക്കെ വറുത്ത് വെച്ച് സവാളേൻ്റെ മുകളിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ടീസ്പൂൺ ചെറിയ ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പുതിനയിലും മല്ലിയിലൊക്കെ ചെറുതായി കട്ട് ചെയ്തത് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. ചെറു സിമ്മിലിട്ടൊന്ന് അടച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ കറി ആവുന്ന നേരം കൊണ്ട് നമ്മളത് അവിടെ റൈസൊക്കെ സെറ്റാക്കി അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ സമയമൊക്കെ ഒത്തിരി ആയിട്ടോ. നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പരിപാടിക്ക് തന്നത്. ഒരു 12:30 ആകുമ്പോഴേക്കും നമ്മുടെ ഫുഡ് പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട്. സമയം 1 മണി ആയിട്ടുണ്ട്. എല്ലാവർക്കും വിശപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ മഞ്ഞ പ്ലേറ്റിൽ ഇപ്പോൾ റൈസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വെള്ള റൈസ് മഞ്ഞ പ്ലേറ്റിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇടയ്ക്കൊരു പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ മുന്തിരിയോ അണ്ടിപ്പരിപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിൽ തൈര് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിട്ടു. പിന്നെ നാരങ്ങച്ചാറും മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അമ്മതേ കറി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ കാലൊക്കെ വിളമ്പിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു. കുറച്ച് കറി ഗ്രേവി എടുത്തു. പിന്നെ കുറച്ച് സലാഡ് എടുത്ത് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് മക്കളെ എന്താ ടേസ്റ്റ് എന്നറിയോ. കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റൈസും അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഉറങ്ങിയാൽ പണി പാളും, പിന്നെ മൊത്തം ആ ദിവസം പോവും. അപ്പോൾ കുറച്ച് നേരം വായിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 കല്യാണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാനമ്മയും കൂടി പുറത്തേക്ക് ഒന്ന് പോയി വെറുതെ ഒന്ന് ചുറ്റി കറങ്ങി പോന്നു. അപ്പോൾ മനസ്സോടെ ഒരു ജോഡി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ പൊട്ടുവിള ജ്യൂസ് ഇരുന്നിരുന്നു, അതെടുത്ത് കുടിച്ചു ഞാനമ്മയും. അപ്പോൾ ഇതൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.